ഇല്ല. മറ്റുള്ളവരെല്ലാം അല്ലാഹുവിൻ്റെ അടിമകളാണ്. ആ നിസ്കാരത്തിൽ അറബി ഭാഷയിൽ മാത്രം നിസ്കരിക്കണം. വേറൊരു ഭാഷയിൽ നിസ്കരിക്കാൻ പാടില്ല. ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ആയതുകൊണ്ടാണ് അവിടുന്ന് അറബിയിൽ നിസ്കരിച്ചത്, ഞാൻ മലയാളിയാണ്, ഞാൻ മലയാളത്തിൽ നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു വലിയവനാണ് തന്നെ തുടങ്ങിയ നിസ്കാരമോ? ഉണ്ടാവില്ല. നബിതങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്ടിലെ അതിപ്രധാനമായ ഭവനമാണ് കഅബ. അങ്ങോട്ട് തിരിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. നമ്മളും അങ്ങോട്ട് തന്നെ തിരിയണം. ഞാൻ എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട പള്ളിയുള്ളിലാണ് തിരിയുന്നത് എന്ന് പറഞ്ഞാലോ ഇസ്ലാമാവൂല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ അതേ പള്ളിയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അതേപടി അംഗീകരിക്കണം. 5 നേരത്തെ നിസ്കാരം വളരെ പ്രധാനമാണ്. നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇല്ല. സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം പോലും നിസ്കരിക്കാത്തവനുണ്ടാവില്ല എന്നാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത്. ആ നിസ്കാരത്തിലെ ഒരു വലിയ കർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്നത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കണം. അതില്ലാതെ നിസ്കാരം നിർവഹിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാം പറയണം. അതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയേ അങ്ങേക്ക് സലാം. ഒരാൾ പറഞ്ഞു മാത്രമല്ല എഴുതുകയും ചെയ്തു. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പറഞ്ഞ ആളെ പേര് ചേകരൂർ മൗലവി. അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്, അതിൻ്റെ പേര് നമസ്കാരം എപ്പോൾ, എത്ര, എങ്ങനെ എന്ന. അതിൽ അദ്ദേഹം കുറെ പുതിയ ആശയങ്ങൾ പറയാണ്. അദ്ദേഹം പറഞ്ഞു, ളുഹർ നിസ്കരിച്ചാൽ തെറ്റാണ്, നിസ്കരിക്കാൻ പാടില്ല. മഗ്രിബും നിസ്കരിക്കാൻ പാടില്ല, 3 നേരം മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. സുബിഹി സൂര്യൻ ഉദിച്ചിട്ടാണ് നല്ലത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഖുർആൻ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അതാണ് അതിൻ്റെ രസം. ആ പുസ്തകത്തിൻ്റെ ചട്ടയിൽ അദ്ദേഹം അതിൻ്റെ പരസ്യം എഴുതി വെച്ചു. എന്താണ് പരസ്യം? നമസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം. അപ്പൊ 1400ഓളം കൊല്ലം മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ട് അവർക്കൊന്നും കിട്ടാത്തൊരറിവ് ഖുർആനിൽ നിന്ന് അദ്ദേഹത്തിന് ഡയറക്റ്റ് കിട്ടി. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമ്പോൾ ശിർക്കാണ് എന്ന് പറഞ്ഞു. അതിനെന്താ കാരണം പറഞ്ഞത്? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിൻ്റെ കൂടെ ആരെയും വിളിക്കാൻ പാടില്ല. അദ്ദേഹം അർത്ഥം വെച്ച അങ്ങനെ. അപ്പൊ പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ കൂടെ റസൂലുള്ളാഹിനെ വിളിച്ചില്ലേ, അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോയി. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പൊ അദ്ദേഹത്തിന്റെ വാദം അനുസരിച്ച് മുസ്ലിമീങ്ങളെല്ലാം ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളായി, അയാള് മാത്രം മുസ്ലിം. ഇത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ള സംഗതി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ആരും വിശ്വസിക്കൂല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് അതിന്റെ തെളിവൊന്നും ഞാൻ പറയേണ്ടതില്ല. വാസ്തവത്തിൽ ആ ആയത്തിന്റെ അർത്ഥം എന്താണ്?
അന്നൽ മസാജിദ ലില്ലാഹ്, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ മുഴുവനും നിശ്ചയം അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അതുകൊണ്ട് നിങ്ങൾ ആരും അല്ലാഹുവിന്റെ കൂടെ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. അത് അദ്ദേഹം മാറ്റിയിട്ട് അള്ളാഹിന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്നാണ്. അവൻ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ അത് തൗഹീദിനെതിരാണ്, ശിർക്കാണ് എന്ന് അദ്ദേഹം വാദിച്ചു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് മനസ്സിലാക്കാനുള്ള മാർഗം, എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള മാർഗം, യഥാർത്ഥ ഖുർആനിന്റെ ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം കൃത്യമായി പഠിച്ച് ലോകത്ത് വിതരണം ചെയ്ത അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികൾ, ആ സഹാബികൾ മുതൽക്ക് ഇന്നേ വരെ ജീവിച്ചു വന്ന മുസ്ലിം പണ്ഡിതന്മാർ, മുഖ്യധാരാ മുസ്ലിമീങ്ങൾ, അവരെന്താണ് വിശ്വസിച്ചു വന്നത്, എന്താണ് പ്രവർത്തിച്ചു വന്നത് എന്ന് നോക്കിയാൽ യഥാർത്ഥ ഇസ്ലാമിനെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എന്തെല്ലാം കക്ഷികളാണ്, എന്തെല്ലാം ആശയക്കാരാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ ജാഗ്രതയുള്ളവരാകണം. ഞാനൊരിക്കൽ ഡൽഹിയിലേക്ക് പോവാണ്. അന്ന് CM ഇബ്രാഹിം സാഹിബ് കേന്ദ്രമന്ത്രി, CH മുഹമ്മദ് കോയ സാഹിബിന്റെ മകളെ ഭർത്താവ് ഹംസ, അദ്ദേഹവും എൻ്റെ നാട്ടുകാരനായ പോക്കർ ഹാജിയും കൂടി അവരുടെ ഒരു ആവശ്യത്തിനു വേണ്ടി ഒരു റെക്കമെൻഡ് ചെയ്യാൻ എന്നെയും കൂട്ടി ഡൽഹിയിലേക്ക് പോവാണ്. റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സപ്പോർട്ട് ചെയ്യുക ഒരു വിഷയത്തിന്, അതിനാണ് റെക്കമെൻഡ് എന്ന് പറയുന്നത്. കൂടി പറഞ്ഞു കൊടുക്കുക, അതിനാണ് റെക്കമെൻഡ് എന്ന് പറയുന്നത്. അതൊരു തെറ്റായ കാര്യമല്ല, നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ. അങ്ങനെ പോകുമ്പോൾ ഈ പോക്കർ ഹാജി ഇടക്ക് തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ പോകാറുണ്ട്. അദ്ദേഹം ആശയപരമായി സുന്നി ആശയക്കാരനാണ്. പക്ഷെ അയാൾക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ട് തബ്ലീഗിന് പോകുന്നതാണ്. എന്നോട് ചോദിച്ചു, തബ്ലീഗ് ജമാഅത്തിനെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താ ഉസ്താദേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാ ജിയാരെ നമുക്ക് സുന്നത്ത് ജമാഅത്തുള്ളപ്പോൾ പിന്നെ എന്തിനാ ഒരു തബ്ലീഗ് ജമാഅത്ത് എന്ന് ചോദിച്ചു. ഞാൻ നമ്മളെ മുസ്ലിം പണ്ഡിതന്മാർ മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തന്നത് സുന്നത്ത് ജമാഅത്ത് എന്നല്ലേ, തബ്ലീഗ് ജമാഅത്ത് എന്നല്ലല്ലോ. സഹാബിയായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. യൗമ തബിയല്ലു വുജൂഹു അഹ്ലിസ് സുന്നത്തി വൽ ജമാഅ വതസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദ്അതി വൽ ളലാല. സുന്നത്ത് ജമാഅത്തുകാരുടെ മുഖം അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് സന്തോഷം കൊണ്ട് പ്രശോഭിതമാകും, വെളുക്കും. സുന്നത്ത് ജമാഅത്തുകാരല്ലാത്തവരുടെ മുഖം അള്ളാഹുവിന്റെ അടുക്കൽ കറുത്തിരുണ്ടു പോകും. ഇത് ഖുർആനിന്റെ തഫ്സീർ, സഹാബികൾ പറഞ്ഞ തഫ്സീറാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തല്ലേ നമുക്ക്, പിന്നെന്തിനാണ് ഒരു തബ്ലീഗ് ജമാഅത്ത് എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട്. അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിന് 1-2 പരിപാടിക്കൊക്കെ പോയ ആളാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ലോകത്ത് കഴിഞ്ഞു പോയ കുറേ മഹാന്മാരില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടായിരുന്നോ? സഹാബികൾ ആരെങ്കിലും തബ്ലീഗ് ജമാഅത്തിനുണ്ടായിരുന്നോ? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ശാഫി ഇമാം റളിയല്ലാഹു അൻഹു തബ്ലീഗ് ജമാഅത്തിന് മെമ്പറായിനോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തബ്ലീഗ് ജമാഅത്തിന് മെമ്പറായിനോ?
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തബ്ലീഗ് ജമാഅത്തിൽ മെമ്പറായിട്ടുണ്ടോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉണ്ടോ? ഇമാം ബുഖാരി ഉണ്ടോ? മുസ്ലിം ഉണ്ടോ? അങ്ങനെ മുൻഗാമികളായ ഇമാമിങ്ങൾ ആരെങ്കിലും തബ്ലീഗ് ജമാഅത്തിന്റെ ആളാണെന്ന് വല്ല കിതാബിലും ഉണ്ടോ? പക്ഷെ അതൊന്നും കിതാബൊന്നും പോക്കറാജ് ഓതിയിട്ടില്ല. അയാൾ മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷാക്കട്ടെ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കുറേ ആലിമീങ്ങളെ കണ്ടിട്ടില്ലേ? നാദാപുരത്ത് കീഴന ഉസ്താദ് എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാ, വലിയ ആലിമ, ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനാ. നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ നിങ്ങൾ മർഹൂം കണ്യത്ത് ഉസ്താദിനെ കണ്ടിട്ടില്ലേ? കെ ഉസ്താദിനെ കണ്ടിട്ടില്ലേ? ഉള്ളാളം തങ്ങളെ കണ്ടിട്ടില്ലേ? അതുപോലെ തുടങ്ങിയിട്ട് കെ ഉസ്താദിനെ കണ്ടില്ലേ? കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാരെ കണ്ടില്ലേ? അങ്ങനെ എത്ര എത്ര വലിയ വലിയ ആലിമീങ്ങൾ ഈ കേരളത്തിൽ കഴിഞ്ഞുപോയി. അവരാരും തബ്ലീഗ് ജമാഅത്തിന് പോയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് എന്നുള്ളതായിട്ട് നല്ല പരിചയമുണ്ടല്ലോ. അതേപോലെ പാണക്കാട് പൂക്കോയത്തങ്ങളുമായിട്ടും ശിഹാബ് നല്ല പരിചയമുണ്ടല്ലോ. ശിഹാബ് തങ്ങൾ എടുക്കൽ എന്നെയും കൂട്ടിപ്പോയിട്ട് സിറാജുള്ളതൊക്കെ കത്ത് വാങ്ങി തന്ന ആളാണ് പോക്കറാജ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നല്ല പരിചയമില്ലേ? നമ്മുടെ കേരളത്തിൽ ഉള്ള തങ്ങന്മാരെയൊക്കെ നിങ്ങൾക്ക് പരിചയമില്ലേ? അവരാരും തബ്ലീഗ് ജമാഅത്തിന് പോയിട്ടില്ലല്ലോ. അതെന്തേ അവരാരും പോകാതിരുന്നത് എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്തോ ഒരു കുഴപ്പം അവർക്കുണ്ടെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, തലശ്ശേരിയിൽ സ്റ്റേഡിയം പള്ളി എന്ന് പറഞ്ഞൊരു പള്ളി, ആ പള്ളിയിൽ നിങ്ങൾ ചെന്ന് നോക്ക്, അവിടെ തബ്ലീഗ് ജമാഅത്തുകാരാണ് അത് നടത്തുന്നത്. അവിടെ ഖുതുബ മലയാളത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം. അതുകൊണ്ട് ഏകദേശം 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദബിൽ രേഖപ്പെടുത്തി, ഖുതുബ അറബിയിലായാലേ ജുമുഅ സഹീഹാവുകയുള്ളൂ. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. വകാന യഖ്തുബു ബിൽ അറബിയ്യ. നബി തങ്ങളെ അറബിയിൽ മാത്രം ഖുതുബോദി അറബിയിൽ മാത്രമാണ് ജുമുഅ നിസ്കരിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി നിസ്കരിച്ച പോലത്തെ ജുമുഅ ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുതുബോദി അറബിയിൽ മാത്രം ജുമുഅ നിസ്കരിക്കണം. അതിനാൽ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിലായാൽ ജുമുഅ സഹീഹല്ല. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ജുമുഅ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവിടെ ബാത്തിലാക്കല്ലേ ചെയ്യുന്നത്. അവർക്ക് അല്ലാഹുവിനെ ഭയമുണ്ടെങ്കിൽ ആ ജുമുഅ ബാത്തിലാക്കാൻ പാടുണ്ടോ? ജനങ്ങൾക്ക് തിരിയാനാണെങ്കിൽ അങ്ങനെയാണ് മൗലവിമാർ പറയും, ജനങ്ങൾക്ക് തിരിയണം. അതിനെന്താ കുഴപ്പമോ? ജുമുഅ കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് പ്രസംഗിച്ചൂടെ? അല്ലെങ്കിൽ അരമണിക്കൂർ പ്രസംഗിച്ചൂടെ? കഴിഞ്ഞ ആഴ്ച മുതൽക്ക് ഈ ആഴ്ച വരെ തിരിയാണ്ടിരുന്നല്ലേ? ഇനിയൊരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് തിരിഞ്ഞാൽ പോരെ. ബാങ്ക് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഖുതുബയും 5 മിനിറ്റ് നിസ്കാരവും കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിഞ്ഞാൽ പോരെ? ഒരാഴ്ച നമ്മൾ കാത്തു നിന്നില്ലേ? ഇനിയിപ്പോൾ റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജുമുഅ നിസ്കരിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റും കൂടി കാത്തു നിന്നൂടെ? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആ ഖുതുബ മലയാളത്തിലാക്കിയിട്ട് ജുമുഅ ബാത്തിലാക്കണോ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ അദ്ദേഹം മരിക്കുന്നവരെ തബ്ലീഗ് ജമാഅത്തിന് പോയില്ല. സുഹൃത്തുക്കളെ, അദ്ദേഹം മരിക്കുമ്പോൾ സിറാജുൽ ഹുദയുടെ സജീവ പ്രവർത്തകനായിട്ട് മരിച്ചു. ഞാനിത് പറഞ്ഞു വന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. ഓരോരുത്തരും പല ആശയങ്ങളിലും പെട്ടുപോകുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ നരകത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് ആരും തബ്ലീഗ് ജമാഅത്താവൂല. നരകത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു സാധാരണക്കാരൻ മുജാഹിദാവൂല, ജമാഅത്ത് ഇസ്ലാമി ആവൂല. സ്വർഗത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ടാ കൂടുന്നത്, അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അള്ളാഹു എല്ലാവർക്കും നാഫിആയ ഇൽമ നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരന്മാരും നമ്മുടെ കുടുംബക്കാരും അയൽവാസികളും ഒക്കെ തന്നെയാണ് അത്തരം ആശയത്തിൽ പെട്ടുപോകുന്നവർ. അവർ നശിച്ചുപോട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്, അവർ നന്നാകണമെന്നാണ് വിചാരിക്കേണ്ടത്. വിഷമുണ്ടെന്ന് അറിയാതെ ഒരു കുപ്പി വെള്ളം ഒരാൾ കുടിക്കുന്നത് കണ്ടാൽ അതിൽ വിഷമുണ്ടെന്ന് അറിഞ്ഞവൻ നോക്കി നിൽക്കാൻ പാടില്ല. പറയണം, അതിൽ വിഷമുണ്ട് കേട്ടോ, കുടിക്കല്ലേ എന്ന് പറയണം. ഇതൊരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്ത നിർവഹണമാണ് ആദർശ പ്രഭാഷണ പരമ്പരകളിലൂടെ കേരള മുസ്ലിം ജമാഅത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസം ക്ലിയർ ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്, ചിലരെ ധാരണ എന്താണ്? സുന്നികൾ എന്ന് പറഞ്ഞാൽ അവരെ വിശ്വാസം ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. ഇങ്ങനെയാണ് സുന്നികളെ വിശ്വാസം എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ട്. സുന്നികളെ വിശ്വാസം അങ്ങനെയല്ല കേട്ടോ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം നമ്മുടെ ഇമാമിയങ്ങൾ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഖവാഇദുൽ അഖാഇദിൽ പറയാണ്, അള്ളാഹുവിന് ഇറാദത്ത് എന്ന ഒരു സിഫത്തുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് 20 വാജിബായ സിഫത്തും 20 മുസ്തഹീലായ സിഫത്തും 20 ജായിസായ സിഫത്തും നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു സിഫത്താണ് ഇറാദത്ത്, ഉദ്ദേശം. അള്ളാഹു ഏത് കാര്യവും അവൻ ഉദ്ദേശിക്കുന്നത് മാത്രം നടക്കും, അല്ലാത്തത് നടക്കൂല. അതിനാണ് ഇറാദത്ത് എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്. അങ്ങനെ ഒരു സിഫത്ത് അള്ളാഹുവിന് ഇല്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ, അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അത് പറഞ്ഞത് ആരാ? മുഅ്തസിലത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷിയുണ്ടായി. അതാരാണ്? സഹാബികളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച ആളാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. പള്ളിയിൽ വെച്ച് ചില ആളുകൾ പ്രസംഗം നടത്തുന്നു. ഈ പ്രസംഗം നടത്തുന്ന പലരുടെയും പ്രസംഗം അലി റളിയല്ലാഹു അൻഹു നിർത്തിപ്പിച്ചു. കാരണം കുളൂസ് പറയാൻ, പ്രസംഗത്തിൽ തെളിവൊന്നും പറയാതെ നല്ലത് പറയാതെ ഓരോരുത്തരും ഇങ്ങനെ കുളൂസ് ബടായി പറയാം. അങ്ങനെ ബടായി പറയുന്നത് കേട്ട എല്ലാ പ്രസംഗകരെയും അലി റളിയല്ലാഹു അൻഹു നിർത്തിച്ചു. ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടു. അല്ലാഹുവിന് ദൂരെ നിന്നിട്ട് പ്രസംഗം കേട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ പ്രസംഗിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നൊന്നും ശരിയില്ല എന്ന് പറഞ്ഞു പോയ ആളാണ് വാസിൽ ഇബ്നു അതാ. അദ്ദേഹത്തിന്റെ അനുയായികളാണ് മുഅ്തസില. ഈ മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ കക്ഷികൾ അവർക്ക് കുറേ പിഴച്ച വാദങ്ങൾ ഉണ്ട്. അതിൽപ്പെട്ട ഒരു വാദമാണ് ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന വാദം. ഔലിയാക്കൾ ഉണ്ട്, കറാമത്തുണ്ട്, അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. പക്ഷേ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം നമ്മുടെ ഇമാമിയങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് 20 സിഫത്തുണ്ട് എന്നത് മുഅ്തസിലയാക്കൾ അംഗീകരിക്കുന്നില്ല. ഖുദ്റത്ത്, ഇറാദത്ത്, സമഅ്, ബസർ തുടങ്ങിയ സിഫത്തിനെ മുഴുവനും അവർ ചോദ്യം ചെയ്യുകയാണ്, അത് നിഷേധിക്കുക. ഇതുപോലെ അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കാണും എന്ന് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു. വുജൂഹു യൗമൈദിൻ നാദിറ, പ്രശോഭിതമായ കുറെ മുഖങ്ങൾ ഖുർആൻ പറയാണ്. ഞാൻ പറഞ്ഞില്ലേ, സുന്നത്ത് ജമാഅത്തുകാരുടെ മുഖം സന്തോഷം കൊണ്ട് പ്രശോഭിതമാകൂ എന്ന് പറഞ്ഞില്ലേ? ഖുർആൻ പഠിപ്പിച്ചില്ലേ? തഫ്സീറിൽ അത് വിശദീകരിച്ചില്ലേ? അങ്ങനെയുള്ള മുഖങ്ങൾ ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക് നോക്കുന്ന മുഖങ്ങളാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്ർ, 14-ാം രാവിന്റെ ചന്ദ്രനെ കാണുന്നത് പോലെ ഒരു തിരക്കും കൂട്ടാതെ നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്വർഗത്തിൽ കാണാൻ കഴിയും. പക്ഷെ ഈ ആയത്തും ഹദീസൊന്നും മുഅ്തസിലത്ത് അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു അല്ലാഹുവിനെ സ്വർഗത്തിൽ കാണൂല, ഒരിക്കലും കാണൂല. ആ മുഅ്തസിലത്താണ് അള്ളാഹുവിന്റെ സിഫത്തുകളെ ചോദ്യം ചെയ്തത്. സുന്നത്ത് ജമാഅത്ത് അള്ളാഹുവിന്റെ സിഫത്തുകൾ മദ്രസയിൽ കൃത്യമായി പഠിപ്പിക്കും. എന്നാ നിങ്ങൾ മുജാഹിദിന്റെ മദ്രസയിലെ ബുക്കൊന്ന് പരിശോധിച്ചു, ജമാഅത്ത് ഇസ്ലാമിന്റെ ബുക്ക് പരിശോധിച്ചു, അതിൽ ഈ 20 സിഫത്ത് പഠിപ്പിക്കുന്നില്ല. മുഅ്തസിലത്തിനെ പിന്തുടരുകയാണ് അവർ. അള്ളാഹുവിന്റെ ഈ സിഫത്തുകൾ പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ മഹത്വം അറിയിക്കുന്ന ഗുണങ്ങൾ പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ
സിഫത്ത് വുജൂദ് ഖിദം ബഖാ മുഖാലഫത്തുൽ ഹവാദിസ് ഖിയാമും ബിന്നഫ്സ് വഹ്ദാനിയ്യ ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. അല്ലാഹു ഉള്ളവനാണ്, അവൻ ഉള്ളതിന് തുടക്കം ഇല്ല, അവൻ എന്നെന്നും നിലനിൽക്കുന്നവനാണ്, അവൻ ഒരു വിഷയത്തിലും സൃഷ്ടികളോട് തുല്യനല്ല, ഒരു സൃഷ്ടിയും അവനോട് തുല്യമല്ല, അവൻ സ്വന്തത്തിൽ തന്നെ നിലനിൽപ്പുള്ളവനാണ്, അവൻ ഒന്നിലേക്കും ആവശ്യമുള്ളവനല്ല, അവൻ എല്ലാ വിധത്തിലും ഏകനാണ്. ഞാൻ ഏകനാന്ന് പറയാൻ പറ്റില്ല, നിങ്ങളും ഏകനാന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കയ്യും കാലും കണ്ണും മൂക്കും മാംസവും മജ്ജയും രക്തവും ഒക്കെ കൂടിച്ചേർന്നുണ്ടായതാ. അള്ളാഹു അങ്ങനെ കൂടിച്ചേർന്നുണ്ടായതല്ല. അള്ളാഹുവിന് തലയും കാലും കയ്യും അങ്ങനത്തെ അവയവങ്ങൾ കൂടിയുള്ളവനല്ല. അള്ളാഹു തആല ഞാൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ നിൽക്കാനൊരു സ്ഥലം വേണം. അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ അള്ളാഹു പൂർണ്ണമായും സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്, അവൻ പൂർണ്ണമായും ഏകനാണ്. ഇതൊക്കെ മദ്രസയിൽ നമ്മൾ അള്ളാന്റെ സിഫത്ത് പഠിക്കുമ്പോൾ പഠിച്ചതാണ്. അതൊന്നും കൃത്യമായി സുന്നത്ത് ജമാഅത്തുകാരല്ലാത്തവർ പഠിപ്പിക്കുന്നില്ല. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ക്ലിയറായ നിലക്ക് നിൽക്കാൻ അവർ അംഗീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബും പിഴച്ചുപോയി എന്ന് പറഞ്ഞ ഒരു കൂട്ടർ, അവരെ പേരാണ് റാഫിളത്ത്. ആ റാഫിളത്ത് പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ നരകത്തിലാണ്, ഉമർ ഇബ്നു ഖത്താബ് നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അവരെ വാദത്തിൽപ്പെട്ടതാണ് തറാവീഹ് 20 റക്അത്ത് ഉമർ ഇബ്നു ഖത്താബ് സ്വന്തം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അദ്ദേഹം ബിദ്അത്ത് ചെയ്ത ആളാണ്, സ്വർഗത്തിലല്ല നരകത്തിലാണ്. അവരെ വാദമാണ് സിദ്ദീഖുൽ അക്ബർ ഇല്ലാത്തത് ഉണ്ടാക്കിയ ആളാണ്. പരിശുദ്ധ ഖുർആൻ 30ഉം ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എഴുതി വെച്ചിട്ടില്ല, ഒന്നായിട്ട് എഴുതി വെച്ചിട്ടില്ല. അത് എഴുതി വെക്കാൻ നേതൃത്വം കൊടുത്തത് അബൂബക്കറാണ്. അതുകൊണ്ട് അബൂബക്കർ പിഴച്ചുപോയി, റസൂലുള്ള ചെയ്യാത്ത നല്ല കാര്യം ചെയ്തതിനാൽ പിഴച്ചുപോയി. റാഫിളത്തിന്റെ വാദമാണ്. ആ റാഫിളത്തിന്റെ വേറൊരു വാദമാണ് മാസം നോക്കണ്ട, കണക്കൂട്ടി നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി. ആ റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷികളുടെ മറ്റൊരു വാദമാണ് പടച്ചവന് തലയുണ്ട്, പടച്ചവന് കയ്യും കാലുമുണ്ട്, പടച്ചവൻ അർശ് എന്ന സൃഷ്ടിയുടെ മേലെ ഇരിക്കുകയാണ്. ഇതൊക്കെ റാഫിളത്ത് എന്ന് പറയുന്ന സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി എന്ന് വാദിച്ച ആ കക്ഷികളുടെ വാദമാണെന്ന് ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാലാത്തുൽ ഇസ്ലാമിയ്യ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതുപോലെ അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ ആ റാഫിളത്തിൽപ്പെട്ട ഒരു കക്ഷിയുടെ വാദമാണ് അബ്ദുൽ ഖാഹിർ ബഗ്ദാദി തങ്ങൾ പറയാണ്, അല്ലാഹു തആല ലോകം പടച്ചിട്ട് ലോകത്തിന്റെ നിയന്ത്രണം മുഴുവനും അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണ്. അത് റാഫിളത്തിന്റെ വാദമാണ്. ഈ വാദങ്ങൾ ഒന്നും തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത് എന്താണ്? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, പടച്ചവന് ഇറാദത്ത് എന്ന ഒരു സിഫത്തുണ്ട്. മുരീദുൽ ലിൽ കായിനാതി വ മുദബ്ബിറുൽ ലിൽ ഹാദിസാത്ത്. അല്ലാഹു തആല എല്ലാ സൃഷ്ടികളെയും ഉദ്ദേശിച്ച് പടക്കുന്നവനും പടച്ചവനും, വ മുദബ്ബിറുൽ ലിൽ ഹാദിസാത്ത്, എല്ലാ സൃഷ്ടികളെയും പൂർണ്ണമായും നിയന്ത്രിക്കുന്നവരും അല്ലാഹുവാണ്. അത് പറഞ്ഞിട്ട് ഗസാലിമ പറയാണ്, സുന്നത്ത് ജമാഅത്തിനെ ആരും തെറ്റിദ്ധരിക്കണ്ട. വലബിജ്തമഅൽ ഇൻസു വൽ ജിന്നു, എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടിയാൽ, വൽ ജിന്നു, എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ, വൽ മലായികതു, എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ, വശയാതീനു, എല്ലാ ശൈത്താന്മാരും ഒരുമിച്ച് കൂടിയാൽ. അതിൽ പെടാത്ത പാരാള് മനുഷ്യന്മാര് എന്ന് പറയുന്നതിൽ എല്ലാ അമ്പിയാക്കളും പെട്ടു, എല്ലാ ഔലിയാക്കളും പെട്ടു, മലക്കുകൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരെ പെട്ടു. എല്ലാം പറഞ്ഞിട്ട് പറയാണ്, അലാ അയ്യുഹരികൂ ഫിൽ ആലമി ദർറതൻ, ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ, ഒരു അണുവിനെ, നമ്മുടെ കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണാൻ പോലും കഴിയാത്ത ഒരു അണുവിനെ
ചലിപ്പിക്കാൻ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും മലക്കുകളും എല്ലാ മനുഷ്യരും ജിന്നുകളും ശൈത്താന്മാരും എല്ലാവരും കൂടിയിട്ട് ഒരു അണുവിനെ ചലിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയാൽ ഔ യുസക്കിനൂഹാ, അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ ഒരുമിച്ച് കൂടിയാൽ ബിദൂനി മശീഅത്തില്ലാഹി വ ഇറാദതിഹി, അല്ലാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ, അവൻ ഉദ്ദേശിക്കാതെ, അവൻ കഴിവ് കൊടുക്കാതെ സ്വന്തമായി അങ്ങനെ ഒരു അണുവിനെ ചലിപ്പിക്കാൻ എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും മലക്കുകളും ജിന്നുകളും ശൈത്താന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ ലഅജസു അൻ ദാലിക, അവർക്കതിന് കഴിയൂല. അള്ളാന്റെ ഉദ്ദേശമില്ലാതെ ഇവിടെ ഒരു സംഗതിയും ചെയ്യാൻ ഒരാൾക്കും കഴിയൂല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ, അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അല്ലാത്ത ഒന്നും ഉണ്ടാകൂല. ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. അതാണ് നമ്മൾ ഹദാദ് റാത്തീബ് പറയും, ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അൽ ഖൈറു വശ്ശർറു ബിമശീയത്തില്ലാഹ്. എല്ലാ ഖൈറും ശർറും അല്ലാഹു ഉദ്ദേശിക്കുന്നതിനനുസരിച്ചാണ്. നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചു വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, എല്ലാ ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഖുർആൻ പഠിപ്പിച്ചു വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എല്ലാ ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഇതിനൊക്കെ ഇപ്പോൾ വാടകയൊക്കെ കൊടുക്കണോ? അതിന് പൈസ വേണോ? അതുകൊണ്ട് ബക്കറ്റ് കൊണ്ടുവരും. നിങ്ങളെല്ലാവരും സഹായിക്കണം, നിങ്ങളോട് ഞാൻ സഹായം തേടുകയാണ്. എല്ലാം കൊടുക്കുന്ന അള്ളയാന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് സഹായം തേടുന്നത്, എല്ലാം കൊടുക്കുന്നവർ അള്ളയാണ് ഞാൻ പറഞ്ഞു, നിങ്ങളോട് സഹായം തേടുകയാണ്. അതെ, അള്ളാന്റെ സഹായം നിങ്ങളിലൂടെ കിട്ടാനാ. അള്ളാന്റെ സഹായം അള്ള മലക്കുകളിലൂടെ കൊടുക്കും, അള്ളാന്റെ സഹായം ഔലിയാക്കളിലൂടെ കൊടുക്കും, അമ്പിയാക്കളിലൂടെ കൊടുക്കും. അള്ളാഹുവിന്റെ സഹായം പല വിധത്തിലും അള്ള കൊടുക്കും. പണക്കാര് മുഖേന ആ പൈസ സഹായിക്കുക അല്ല. അതുകൊണ്ട് എല്ലാവരും അവരവരെ കഴിവനുസരിച്ച് സഹായം കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങളോട് ചോദിക്കുമ്പോഴേക്ക് അള്ളാന്റെ അധികാരം ചോദ്യം ചെയ്യലൊന്നാവൂല. ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം മുഴുവനും അള്ളാഹുവിങ്കിൽ നിന്നാണെന്ന് ഖുർആൻ. അതെവിടെയാ പറഞ്ഞത് നിങ്ങള്? അല്ല പറഞ്ഞു, إذ تقول للمؤمنين أن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم ب5,000 من الملائكة مسومين. ബദറിൽ അള്ളാഹിന്റെ റസൂലിനോട് പറയാ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ കാര്യം ഖുർആനിൽ പറയാ. അള്ളാഹിന്റെ റസൂലിന് 5000 മലക്കുകൾ അള്ളാഹ് ഇറക്കി തരും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി. അത് പറഞ്ഞിട്ട് പറയാണ്, മലക്കുകൾ 5000 മലക്കുകൾ സഹായിക്കും ബദറിലെ. എന്നിട്ട് അള്ളാഹു പറയാണ് അതിന്റെ ശേഷം, വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും, അത് നിങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടി അള്ളാഹ് ആക്കിയതാണ്. വലിതത്മഇന്ന ഖുലൂബുക്കും, നിങ്ങളുടെ മനസ്സിന് സമാധാനത്തിന് വേണ്ടി അള്ളാഹ് ആക്കിയതാണ്. അള്ളാഹ്ക്ക് നിങ്ങളെ സഹായിക്കാൻ മലക്കുകളൊന്നും ആവശ്യമില്ല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് സഹായം. അത് മലക്കുകൾ മുഖേന അള്ളാഹ് കൊടുക്കുകയാണ്. സഹായിക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമായതുകൊണ്ട് ആരോടും സഹായം ചോദിച്ചൂടാന്ന് വിചാരിക്കരുത്, അത് തെറ്റാണ്. സഹായത്തിന് അല്ലാഹു നിമിത്തമായി നിശ്ചയിച്ചവരോടൊക്കെ സഹായം ചോദിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴയില്ലാതെയായി. അപ്പോൾ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് വന്നു. നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മഴയില്ലാതെ വലിയ ബുദ്ധിമുട്ടിലാണ്, തങ്ങൾ മഴ വാങ്ങിത്തരണേ. മഴ പെയ്യിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ആ മഴ അല്ലാഹ് കൊടുക്കാൻ വേണ്ടി ഹബീബ് നബി തങ്ങൾ ഒരു റെക്കമെൻഡ് ചെയ്യണം. ഹബീബ് നബി തങ്ങൾ ഒന്ന് ഇടപെടണം. അതിനു വേണ്ടി ഖബറിങ്കൽ വന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പിന്നീട് ഹബീബ് നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് മഴ പെയ്യുമെന്ന വിവരം അറിയിക്കുന്നു.
ഉമർ ഇബ്നുൽ ഖത്താബിനെ പോയി കണ്ട് വിവരം പറയാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സമീപത്ത് വരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ ചെന്ന് ഞാൻ ഖബറിങ്കൽ പോയി നബിതങ്ങളോട് വെള്ളം കിട്ടാൻ വേണ്ടി നബിതങ്ങളോട് സഹായം തേടി എന്ന വിവരം പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അതിന് കട്ട സപ്പോർട്ട് നൽകുന്നു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയാം പടച്ചവൻ മഴ തരാൻ ചില നിമിത്തങ്ങളുണ്ട്. ആ നിമിത്തങ്ങളിൽ പെട്ടതാണ് തവസ്സുലും ഇസ്തിഗാസയും. തവസ്സുല് എന്ന് പറഞ്ഞാൽ എന്താണ്? തവസ്സുല് എന്ന് പറഞ്ഞാൽ പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊന്നിനെ മുൻനിർത്തി പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന് ഒരാൾ കഅബയെ മുൻനിർത്തിയിട്ട് പടച്ചവനോട് മക്കയിൽ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലേ കേരളത്തിൽ നിന്ന് ദുആ ചെയ്യുന്നു. കഅബയുടെ ബർക്കത്ത് കൊണ്ട് മഴ തരണേ അല്ലാ, കഅബയുടെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ദോഷം പൊറുക്കണേ അല്ലാ, കഅബയുടെ മഹത്വം കണക്കിലെടുത്ത് എന്നെ നന്നാക്കി തരണേ അല്ലാ. പടച്ചവനോട് ദുആ ചെയ്യുമ്പോൾ കഅബയെ മുൻനിർത്തി പറയുന്നു. ഇതാണ് തവസ്സുല്. ഇതേ സംഗതി തന്നെ കഅബയേക്കാൾ ബഹുമാനമുള്ള വ്യക്തിയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിന്റെ ബഹുമാനം കഅബ ശരീഫിനില്ല. അള്ളാന്റെ റസൂലിന്റെ ബഹുമാനം ഒന്നിനുമില്ല. ആ റസൂലുള്ളാഹിനെ മുൻനിർത്തിയിട്ട് അള്ളാഹിനോട് പറയുന്നു. അതാണ് റസൂലുള്ള തന്നെ പഠിപ്പിച്ചു കൊടുത്തൊരു ഹദീസിൽ കാണാം. കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ നന്നായി വദുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ, റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ മുൻനിർത്തി നിന്നോട് ഞാൻ പറയുന്നു അല്ലാ, ചോദിക്കുന്നു അല്ലാ. നബിയെ മുൻനിർത്തി ഇടയാടനാക്കി ചോദിക്കാൻ റസൂലുള്ള തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന സഹീഹായ ഹദീസ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, തിരുമദി റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ ഹദീസ് പണ്ഡിതന്മാരും അത് സഹീഹാണെന്ന് പറയുന്നു. അതേ കഅബയെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിച്ചാൽ അത് കഅബയെ ആരാധിക്കലല്ല, ശിർക്കല്ല. അതുപോലെ റസൂലുള്ളാഹിന്റെ ഹബീബിനെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിച്ചാൽ അതും ശിർക്കല്ല, കറാഹത്തല്ല, മറിച്ച് പുണ്യകർമ്മമാണ്, കിട്ടാൻ കൂടുതൽ കാരണമാണ്, നിമിത്തമാണ്. ഇനിയോ രണ്ടാമത് നബിതങ്ങൾ തന്നെ അതിന്റെ കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിക്കുന്നതിന്റെ പുറമെ എന്നോട് നിങ്ങൾ ഒന്ന് തേടുകയും വേണം. എങ്ങനെയാ തേടുന്നത്? യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എൻ്റെ ആവശ്യം നിർവഹിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങയെ മുൻനിർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് നബിയേ. ലിതഖ്ദിയലി, തങ്ങളൊന്ന് ഇടപെടാനാണ്, എൻ്റെ ആവശ്യം നിർവഹിച്ചു തരാനാണ്. ഔലി തുഖ്ദാലി, 2 നിലക്കും അവിടെ ഹദീസിലുണ്ട്. അല്ല, എൻ്റെ ആവശ്യം നിർവഹിച്ച് കിട്ടാനാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഫശഫിഹു ഫിയ, അല്ലാഹ് ഞാൻ നബിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ, നിന്നോട് റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ നബി തങ്ങൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമ്പോ ഫശഫിഹു ഫിയ, എൻ്റെ വിഷയത്തിൽ റെക്കമെൻഡ് സ്വീകരിക്കണേ അല്ലാഹ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്, സഹിഹായ ഹദീസാണ്. അപ്പോൾ റസൂലുള്ളാഹിനെ മുൻനിർത്തി ചോദിക്കലും റസൂലുള്ളാഹിനോട് തന്നെ ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെടലും, ഇത് രണ്ടും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്, സഹിഹായ ഹദീസിൽ വന്നതാണ്. അതറിയുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് തന്നെയാണ് സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് മഴയില്ലാത്ത സമയത്ത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, പടച്ചവനോട് ദുആ ചെയ്യുന്നു. ആ ദുആ എങ്ങനെയാണ്? اللهم إنا كنا نتوسل بنبيك فتسقينا وإنا نتوسل بعم نبينا. അല്ലാഹുവേ, ഞങ്ങൾ റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ചോദിക്കുമ്പോൾ നീ തരാറുണ്ട്. ഇപ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ എളാപ്പയെ അല്ലെങ്കിൽ മൂത്താപ്പയെ പിതൃ
ഒരു സഹോദരനെ ഞാൻ ഇടയാളനാക്കി ചോദിക്കുന്നു. പടച്ചവനോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ എളാപ്പനെ ഇടയാളനാക്കി, അതാ മധ്യവർത്തിയാക്കി ചോദിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഫസ്ഖിന, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ. ഉമർ ഇബ്നു ഖത്താബിന്റെ ദുആ, അല്ലാഹു മഴ കൊടുക്കുന്നു. അപ്പോൾ കഅബയെ മുൻനിർത്തി ചോദിക്കുന്നത് പോലെ മഹാന്മാരെ മുൻനിർത്തിയും അല്ലാഹുവിനോട് ചോദിക്കാമെന്ന് ഉമർ ഇബ്നു ഖത്താബ് പഠിപ്പിച്ച ആളാണ്. ആ ഉമർ ഇബ്നു ഖത്താബിന്റെ അടുക്ക പോയിട്ടാ പറയുന്നത്, മഴയില്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ് പോയി റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഉമ്മത്തിന് മഴ വാങ്ങി തരണേ. ഇത് പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കട്ട സപ്പോർട്ട്, പൂർണ്ണമായി അംഗീകാരം നൽകുന്നു. കാരണം അത് അല്ലാഹുവിൽ നിന്ന് കിട്ടാനുള്ള നിമിത്തമാണ്. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിൽ നിന്ന് കിട്ടാനുള്ള നിമിത്തമാണ് നബിതങ്ങളോട് തേടലും നബിതങ്ങളെ മുൻനിർത്തി തേടലും. ഇതിനാണ് തവസ്സുൽ ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിനാൽ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കീങ്ങളായി അബൂജഹലായി പോയി എന്ന് വാദിച്ചാൽ അവൻ ആഖിറത്തിൽ വെച്ച് എന്താ ചെയ്യുക? പടച്ചവന്റെ അടുക്ക കുടുങ്ങും എന്താ ചെയ്യുക? ഇത് ചെയ്യുന്നതിനാൽ മുസ്ലിമീങ്ങളൊക്കെ അബൂജഹലായി പോയി എന്ന് പറഞ്ഞാൽ അബൂജഹൽ വാസ്തവത്തിൽ ചെയ്തത് എന്താ? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. അബൂജഹലും കക്ഷികളും ചെയ്തത് എന്താണ്? അല്ലാഹുവിനെ കൂടാതെ അവർ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു, ആരാധ്യരുണ്ടെന്ന് വിശ്വസിച്ചു. എന്നിട്ട് ആ ദൈവങ്ങൾ സഹായിക്കുമെന്ന നിലക്ക് അവകളോട് സഹായം തേടി. ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കൂല. അല്ലാഹു മാത്രമാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. ഒരിക്കലും തന്നെ അല്ലാഹയല്ലാത്ത ഒരു ദൈവമുണ്ടെന്ന് ഒരു മുസ്ലിമും വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കൂല. സുന്നികൾ പ്രത്യേകിച്ചും 70,000 തവണ ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്ക് അർഹനില്ല. നിസ്കാരത്തിന്റെ ശേഷം എല്ലാ ദിക്റും ചൊല്ലും. 10 പ്രാവശ്യം ഉറക്കെ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്ക് അർഹനില്ല. രാവിലെ സുബ്ഹിന്റെ ശേഷം 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അങ്ങനെ തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് എത്രയോ തവണ ദിവസേന പ്രഖ്യാപിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല. അങ്ങനെയുള്ള ഒരു മുസ്ലിം അല്ലാഹു എനിക്ക് തരാൻ കാരണമാണ്, നിമിത്തമാണെന്ന നിലയ്ക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചതുപോലെ, സപ്പോർട്ട് ചെയ്തതുപോലെ, സഹാബത്ത് ചെയ്തതുപോലെ വഫാത്തിന് മുമ്പും ശേഷവും റസൂലുള്ളാഹിക്ക് ഒരു കുറവുമില്ലല്ലോ. ചിലർ വിചാരിച്ച് ജീവിതകാലത്ത് പറ്റൂ, വഫാത്തിന്റെ ശേഷം പറ്റൂല. ഇന്നാലില്ലാഹ്, വലിയ അബദ്ധമായി പോയി. ഹുർമത്തുഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഗവർണറോട് പറഞ്ഞില്ലേ, വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ മഹത്വത്തിന് ഒരു കുറവുമില്ല ഗവർണറെ, മുമ്പുള്ളതുപോലെ തന്നെയാണ്. ഖുർആൻ പറഞ്ഞതല്ലേ, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവിലുള്ളതിനേക്കാൾ ഖൈറാണ് നബി ആഖിറം. അപ്പോ അതാ വഫാത്തിന് ശേഷം പവർ കൂടുകയാണ്. ആ റസൂലുള്ളാഹിനെ മുൻനിർത്തി ചോദിച്ചാൽ, റസൂലുള്ളാഹിനെ വിളിച്ചു തേടിയാൽ, അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് വാദിക്കുന്ന കക്ഷി ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഒരു ചങ്ങാതി ഇബ്നുൽ മുൽജിം എന്നാണ് പേര്. ആ ഇബ്നുൽ മുൽജിം എന്ത് ചെയ്തു എന്നറിയോ? അവനൊരു വാള് കൊണ്ട് ഒരൊറ്റ വെട്ട് കൊടുത്തു അലി ഇബ്നു അബീ ത്വാലിബിന്റെ തലക്ക്. അലി റളിയല്ലാഹു അൻഹു അവിടെ മരണപ്പെട്ടു പോയി. ആ അലി ഇബ്നു അബീ ത്വാലിബിനെ കൊന്ന കക്ഷിയുടെ പേരാണ് ഖവാരിജ്. അവരെ വാദമാണ് സുന്നികളൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കീകളാണെന്ന വാദം. സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള്. അങ്ങനെയുള്ള മുഖ്യധാര മുസ്ലിമീങ്ങളായ സുന്നികൾ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണെന്ന് വാദിച്ചവർ അലി ഇബ്നു അബീ ത്വാലിബിനെ കൊന്ന ഖവാരിജുകളാണ്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഖവാരിജ് എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആനിൽ അബൂജഹലിനെ പറ്റി ഇറങ്ങിയ ആയത്തൊക്കെ കൊണ്ടുപോയിട്ട്
കൊണ്ടുപോയിട്ട് അലി ഇബ്നു അബീ താലിബിന്റെ പേരിൽ വെച്ച് കെട്ടി. അത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നുണ്ട്, ഇൻദലഖൂ ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാരി അല്ലെങ്കിൽ നസലത്തിൽ ഫിൽ മുശ്രികീന ഫഹമലൂഹാ അലൽ മുഅ്മിനീൻ ഫഹമലൂഹാ അലൽ മുസ്ലിമീൻ. അബൂജഹ്ലാദികളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തൊക്കെ കൊണ്ടുപോയി മുശ്രിക്കീങ്ങളെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അവർ ശിർക്കിന്റെ ചാപ്പ കുത്തി. സഹാബത്ത് ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണെന്ന് വാദിച്ചു. അവരുടെ അനുയായികളാണ്, അവരെ പിൻഗാമികളാണ്. ഇപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ശിർക്ക് ചെയ്തു എന്ന് പറയുന്ന കക്ഷികളെന്നും അന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം. അല്ലാഹു മാത്രമാണ് കൊടുക്കുന്നവൻ, അവൻ മാത്രമാണ് തടയുന്നവൻ, അവൻ മാത്രമാണ് സഹായിക്കുന്നവൻ, അവൻ മാത്രമാണ് സർവസ്വവും നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് അതാ ആ വണ്ടി നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് എന്ന് പറഞ്ഞൂടെ? അത് പറയാം. അതേ പ്ലെയിൻ നിയന്ത്രിക്കുന്ന പൈലറ്റാണ് എന്ന് പറഞ്ഞൂടെ? പറയാം. ചിലർ പറയും അമേരിക്കയാണ് ലോകം നിയന്ത്രിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴേക്കും അവൻ കാഫറാവോ? ഇല്ല. അതിൻ്റെ അർത്ഥം അമേരിക്ക പല വിഷയത്തിലും ഇടപെടുന്നുണ്ട് എന്ന്. അല്ലാതെ ഒട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്ക ഒന്നല്ല. ഇപ്പം എന്നെ നിയന്ത്രിക്കുന്ന അമേരിക്ക. ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുന്ന അയാളോട്, അമേരിക്കൻ്റെ ട്രംപിനോട് ചോദിച്ചിട്ടാണ്. അപ്പോ അമേരിക്കയാണ് ലോകത്തൊട്ടാകെ നിയന്ത്രിക്കുന്നത് തന്നെ അതിന് അർത്ഥത്രയേ ഉള്ളൂ. ലോകത്ത് ചില സംഗതിയിലൊക്കെ അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നേ ഉള്ളൂ. ഏതുപോലെ മുജാഹിദുകൾ തന്നെ അവർ അൽമനാറിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവരെ ഖുർആൻ വ്യാഖ്യാനത്തിലും എഴുതി വെച്ചിട്ടുണ്ട്, മലക്കുകളാണ് ലോകത്തൊട്ടാകെ നിയന്ത്രിക്കുന്നത്. എവിടെ? വൽ മുദബ്ബിറാത്തി ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അവരെഴുതി വെച്ചിട്ടുണ്ട് മലക്കുകളാണ് ലോകത്തൊട്ടാകെ നിയന്ത്രിക്കുന്നത്. മലക്കുകളാ അള്ളയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മലക്കുകൾക്ക് ചില ഇടപെടലുകൾ ഉണ്ട്, അതിന് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ മുശ്രിക്ക് ചെയ്തു എന്ന് നമ്മൾ അറിയില്ല, അവർ മുശ്രിക്കായി എന്ന് നമ്മൾ അറിയില്ല. അത് പറഞ്ഞുകൊണ്ട് മുശ്രിക്കായി എന്ന് പറയില്ല. കാരണം മലക്കുകൾക്ക് ചില ഇടപെടലുകൾ ഉണ്ട്. ഇതുപോലെ അമ്പിയാക്കൾക്ക് ചില ഇടപെടലുകൾ ഉണ്ട്, ഔലിയാക്കൾക്ക് ചില ഇടപെടലുകൾ ഉണ്ട്. അത് നിഷേധിക്കാൻ പറ്റില്ല. അത് നിഷേധിക്കുന്ന മുഅ്തസിലത്തിന്റെ വാദം. ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്നുള്ള വാദം, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തില്ല എന്ന വാദം യുക്തിവാദിയുടെ വാദമാണ്. അതൊന്നും ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ കപ്പലിൽ വന്ന് മുസ്ലിമീങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ഒരൊറ്റ വിളി. എന്താ വിളിച്ചത്? യാ റീഹ്, ഓ കാറ്റേ. കാറ്റിനെയാണ് വിളിക്കുന്നത്. ഓ കാറ്റേ, ഖുദൂഹും, ശത്രുക്കളെ പിടിച്ചോ. ഒരൊറ്റ കാറ്റ് വന്നു, ശത്രുക്കൾ മുഴുവനും അവിടെ അവരുടെ കപ്പലുകൾ മുങ്ങിപ്പോയി. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനുണ്ട് ഔലിയാക്കളുടെ കൂട്ടത്തിൽ ചില സംഗതികളിൽ അവർക്ക് ഇടപെടലുകൾ ഉണ്ട്. ആ ഇടപെടൽ സ്വന്തമല്ല, അള്ളാഹിന്റെ ഓർഡർ പ്രകാരമുള്ള ഇടപെടലാണ്. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമല്ലാതെ അവരൊന്നും ചെയ്യൂല. അതാണ് ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. എൻ്റെ സ്വന്തം വക ഞാനൊന്നും പറയൂല, സ്വന്തം വക ഞാനൊന്നും ചെയ്യൂല. അത് തന്നെയല്ലേ മഹാനായ ഖദർ അലൈഹിസ്സലാം ചില വിഷയങ്ങളിൽ ഇടപെട്ടതായി സൂറത്തുൽ കഹ്ഫിലുണ്ട്. അവസാനം പറഞ്ഞത് എന്താണ്? വമാ ഫഅൽതുഹു അൻ അംരി, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല, എൻ്റെ വകയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, പടച്ചവന്റെ ഓർഡർ പ്രകാരം ചെയ്തതാണ്. അങ്ങനെയുണ്ട് അള്ളാന്റെ ഓർഡർ പ്രകാരം ചില വിഷയങ്ങളിൽ ഇടപെടുന്ന ഔലിയാക്കളുണ്ട്. അത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഇടപെടലുകളാണ്. അതിന് ചിലപ്പം ചിലർ നിയന്ത്രണമെന്ന് പറയും, മലക്കുകൾ നിയന്ത്രിക്കുന്നു എന്ന് പറയും പോലെ. അതേപോലെ തന്നെ ആ കൊറോണ വൈറസിനെ നമ്മളെ കുത്തിവെപ്പാണ് നിയന്ത്രിച്ചതെന്ന് ഒരുത്തൻ പറഞ്ഞാൽ അപ്പോഴേക്കും കാഫറായി എന്ന് അറിയാൻ പറ്റുമോ? അതിൽ കാരണമായിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ധാരാളം വിഷയങ്ങളില്ലേ ഇടപെടുന്നു എന്ന അർത്ഥത്തിൽ നിയന്ത്രിക്കുക അത് പറയില്ല. അത് ആലങ്കാരിക പ്രയോഗ, അത് യാഥാർത്ഥ്യത്തിന്റെ പേരിലുള്ള പ്രയോഗമല്ല. ഇമാം റംലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം, ലാ തദ്ബീറ ലിമൻ ലാ ഖൽഖ ലഹ്, പടച്ചവനല്ലാതെ യഥാർത്ഥ നിയന്ത്രണം ഇല്ല. യഥാർത്ഥ നിയന്ത്രണം നടത്തുന്നവൻ അല്ലാഹു മാത്രം, ബാക്കിയുള്ളൊക്കെ ഇടപെടൽ മാത്രമാണ്.
അങ്ങനെ ഇടപെടുന്ന കാര്യം അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് റബ്ബ് കൊടുത്തത് നിഷേധിച്ചാൽ ഖുർആൻ തള്ളേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ദോഷം പൊറുക്കുന്നവനാരാണ്? അല്ലാഹ്. എന്നാ അല്ലാഹ് ദോഷം പൊറുക്കാൻ വേണ്ടി ഇടപെടുക, അതിനാണ് റെക്കമെൻഡ് എന്ന് പറയാം. ഇടപെടുക. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ വലിയ തെറ്റിയത് യൂസുഫ് നബിനെ കൊണ്ട് പൊട്ടക്കണ്ടിലെറിഞ്ഞു. വേറെ എന്തെല്ലാം തെറ്റാ ചെയ്തത്? അവസാനം തൗബ ചെയ്യുമ്പോൾ മക്കള് പറയാണ്, ബാപ്പ യാക്കൂബ് നബിയോട് പറയാൻ, യാ അബാനസ്തഗ്ഫിർ ലനാ, ഞങ്ങളെ പിതാവേ ഞങ്ങളെ ദോഷം പൊറുക്കാൻ അവിടുന്ന് ഇടപെടണേ, അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണേ. ഇപ്പൊ യാക്കൂബ് നബി എന്താ പറഞ്ഞേ? ഇപ്പൊ ഉണ്ട് ചിലര് അള്ളാഹുവിലേക്ക് മധ്യവർത്തി വേണ്ട, പുതിയ മുദ്രാവാക്യം, മധ്യവർത്തി വേണ്ട. ഇപ്പൊ യാക്കൂബ് നബി എന്താ പറഞ്ഞേ? നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പഠിച്ചോളൂ, ഡയറക്റ്റ് പറഞ്ഞോളൂ, മധ്യവർത്തി ഒന്നും വേണ്ടാന്നാ പറഞ്ഞേ. അല്ല, ഖുർആനിൽ എന്താ ഉള്ളത്? യാക്കൂബ് നബിയുടെ മറുപടി, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് റെക്കമെൻഡ് ചെയ്യും. പാതിരക്ക് റെക്കമെൻഡ് ചെയ്യും, അല്ലെ വെള്ളിയാഴ്ച രാവും ഞാൻ നല്ല സമയം നോക്കി നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. സുഹൃത്തുക്കളെ, അപ്പൊ റെക്കമെൻഡ് ഇല്ല എന്ന് പറയരുത്. ഖുർആനിൽ അല്ലാഹ് എന്ത് പഠിപ്പിച്ചു? അല്ലാഹ് പറഞ്ഞു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളെയും ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. റെക്കമെൻഡ് ചെയ്യണമെന്ന് അല്ലാഹ് പറയുന്ന നബിയോട്. അത് വേണ്ടാന്ന് പറയാൻ ഇവിടെ ആർക്കാ അധികാരം? അള്ളാന്റെ തീരുമാനം ചോദ്യം ചെയ്യാൻ അധികാരമുണ്ടോ? ഇനി ഖുർആൻ നിങ്ങൾ മറിച്ച് നോക്കൂ. അല്ലാഹ് പറയാണ്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, തെറ്റ് ചെയ്തവർ നബിയുടെ സമീപത്ത് വരട്ടെ. എല്ലാ തെറ്റും പുറത്തിട്ടോന്ന് വെച്ച് കഅബത്തിന്റെ അടുത്ത് പോവാണ് ഹജ്ജിന് പോകുന്നത്. അതുപോലെ തെറ്റ് ചെയ്തവർ ജാഊക, നബിയെ തങ്ങളെ സമീപത്ത് വരട്ടെ. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, തങ്ങളെ സമീപത്ത് നിന്ന്, തങ്ങളുടെ സന്നിധിയിൽ നിന്ന് അവരല്ലാഹുവിനോട് മാപ്പ് ചോദിക്കട്ടെ. പോരാ, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, വസലൂ അയ്യസ്തഗ്ഫിറ ലഹും, നബിയോട് അവരാവശ്യപ്പെടട്ടെ, അയ്യസ്തഗ്ഫിറ ലഹും, അവരെ പാപം പൊറുക്കാൻ വേണ്ടി പടച്ചവരോട് റെക്കമെൻഡ് ചെയ്യാൻ നബിയോട് അവർ ആവശ്യപ്പെടട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ. അങ്ങനെയുണ്ടായാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, പടച്ചവൻ അവർക്ക് ദോഷം പുറത്തു കൊടുക്കുന്നവനായി അവർക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണം, നബിയോട് റെക്കമെൻഡ് തേടണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഖുർആനിൽ 2 സൂറത്തുണ്ട്. ഒന്ന് സൂറത്തുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്ത്. മറ്റൊന്ന് മുനാഫിഖീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്തുൽ മുനാഫിഖൂൻ. ആ മുനാഫിക്കീങ്ങളെ ലക്ഷണം പറയുന്ന സ്ഥലത്ത് ഖുർആൻ പറയുന്നു, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ അവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയും. പള്ളിയിൽ നിസ്കരിക്കാനുണ്ടാവും, സകാത്ത് കൊടുക്കും, അതൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഉള്ളിൽ വിശ്വാസമില്ല, റസൂലുള്ളാഹിന്റെ മഹത്വം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള കപട വിശ്വാസികളെ കുറിച്ച് അല്ലാഹ് പറയാണ്, അവരോട് പറയപ്പെട്ടാൽ തആലൂ വരിൻ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യും. അതിന് നിങ്ങൾ റസൂലുള്ളാഹിനോട് പറയാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ലവ്വറൂസഹും, അവർ തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂൻ, അവർ തിരിഞ്ഞു പോകുന്നവരായി നിങ്ങൾക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് തേടാൻ മുനാഫിക്കീങ്ങൾ തുനിയൂല നബിയേ, അതിന് തയ്യാറാവൂല നബിയേ. സവാഉൻ അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അവർക്ക് ഈമാനില്ല, റസൂലുള്ളാഹിന്റെ സ്ഥാനം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി തങ്ങൾ റെക്കമെൻഡ് ചെയ്താലും സ്വീകരിക്കൂല. അവര് തങ്ങളോട് പറയാത്ത കാലത്തോളം തങ്ങൾ സ്വന്തം വകയിൽ പറഞ്ഞാലും സ്വീകരിക്കൂല, അവരെ ദോഷം പൊറുക്കൂല. ഖുർആൻ പഠിപ്പിക്കുകയാണ്,
ആകയാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ദോഷം പൊറുക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ റസൂലുള്ള വേണ്ടെന്നല്ല, മധ്യവർത്തി വേണ്ടെന്നല്ല, മധ്യവർത്തി വേണമെന്നാണ്, മധ്യവർത്തിയുമായി ബന്ധപ്പെടണമെന്നാണ്, റസൂലുള്ള റെക്കമെൻഡ് ചെയ്യണമെന്നാണ്, നബി തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണമെന്നാണ്. ആവശ്യപ്പെടാൻ തയ്യാറല്ലെങ്കിൽ അവൻ മൂമിനല്ലെന്നാണ്. ഇതൊക്കെ ഖുർആനിലെ ആയത്താണ് മുസ്ലിമീങ്ങളെ. ഈ ആയത്തൊക്കെ ഖുർആനിലുണ്ടായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അബൂജഹലിനെ സംബന്ധിച്ച് അതാ അല്ലാത്ത ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ദൈവമാണെന്ന നിലക്ക് സഹായം തേടിയ പല കാര്യങ്ങളും എടുത്തുദ്ധരിച്ച് മുസ്ലിമീങ്ങൾ മുശ്രിക്കാണെന്ന് വാദിക്കുന്ന ഖവാരിജിന്റെ വാദത്തിൽപ്പെട്ട് ആരും ഈമാൻ കളയരുതേ. ആരും മരിക്കുമ്പോൾ ഈമാനില്ലാതെ മരിച്ചു പോകരുതേ. ഖുർആൻ വിശ്വസിക്കണം, അംഗീകരിക്കണം. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹ് ഖുർആനിൽ പറയുന്നു, നബിയേ തങ്ങളെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുമിനൂൻ, അവര് മുഅ്മിനീങ്ങളാകൂല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഒരു തർക്കം വന്നാൽ ആ തർക്കത്തിൽ തങ്ങളെ തീരുമാനം അംഗീകരിക്കാതെ മുഅ്മിനാകൂല. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത, തങ്ങളെടുത്ത തീരുമാനം അംഗീകരിക്കുമ്പോൾ മനസ്സിനൊരു വല്ലായ്മ പറ്റൂല. ശരിക്കും മനസ്സാവാച കർമ്മണ അംഗീകരിക്കാതെ മുസ്ലിമാകൂല, മുഅ്മിനാകൂല. വയുസല്ലിമൂ തസ്ലീമാ, പൂർണ്ണമായി അവിടുന്ന് എടുത്ത തീരുമാനം അംഗീകരിച്ച് തരണം. അത് അംഗീകരിക്കാതെ മുഅ്മിനാവില്ല. അപ്പൊ അള്ളാഹുവും അള്ളാന്റെ റസൂലും പഠിപ്പിച്ചതാണ് റസൂലുള്ളാന്റെ റെക്കമെൻഡ് വേണം. ആ റെക്കമെൻഡ് വേണ്ട, മധ്യവർത്തി വേണ്ട എന്നൊരുത്തൻ തീരുമാനിച്ചാൽ അവൻ ഖുർആൻ വിശ്വസിക്കാത്തവനായി, അവൻ ഹദീസ് അംഗീകരിക്കാത്തവനായി. സുഹൃത്തുക്കളെ, നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹ് മാത്രമാണ്. അതിനുള്ള നിമിത്തമാണ്. ഏതുപോലെ മരുന്ന് നിമിത്തമാണ്, രോഗം മാറ്റുന്നവനാണ്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ ആസ്പത്രിയിൽ പോകണ്ടെന്ന് പറയൂല. എനിക്ക് 7 മക്കളുണ്ട്, 7ഉം പ്രസവിച്ച് ആസ്പത്രിയിൽ പോകണ്ടെന്ന് സുന്നികൾ പറയൂല. കാരണം അതൊരു നിമിത്താണ്. മരുന്ന് കുടിക്കണ്ടെന്ന് പറയൂല. കാരണം അള്ളാന്റെ റസൂൽ പറഞ്ഞ മരുന്ന് കുടിക്കണ്ടെന്നല്ല, റസൂൽ പറഞ്ഞ പോലെ ജീവിക്കുന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇതുപോലെ ഖുർആൻ പറഞ്ഞതാണ്, ഖുർആന്റെ ശിഫണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വസിക്കുന്നവർക്ക് ഖുർആനിൽ ശിഫയുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതി മന്ത്രിച്ചു സഹാബികൾ, വിഷം ഇറങ്ങിപ്പോയി. ബുഖാരിയിലെ ഹദീസാ. അപ്പൊ ഖുർആനിൽ ശമനമുണ്ട്. ഖുർആൻ പഠിപ്പിച്ച അത് അംഗീകരിക്കണം. അങ്ങനെ ഖുർആൻ ഓതി മന്ത്രിച്ചിട്ടൊന്നും കാര്യമില്ല. അവൻ ഖുർആൻ അംഗീകരിക്കുന്നവനല്ല, അവൻ ഹദീസ് അംഗീകരിക്കുന്ന യുക്തിവാദിയാണ്. അവൻ ഖുർആൻ അംഗീകരിക്കുന്നവനാവില്ല. പക്ഷേ രോഗം മാറ്റുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. അതിന് കാരണമാണ് മന്ത്രം, കാരണമാണ് മരുന്ന്, കാരണമാണ് നിമിത്തങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷം പൊറുക്കുന്നവൻ അല്ലാഹുവാണ്. അതിന് കാരണമാണ് നബി തങ്ങളോട് പറയുക എന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര നിമിത്തങ്ങളാ വെച്ചത്. ആ നിമിത്തങ്ങളെ നിഷേധിക്കാൻ പാടില്ല. ആ നിമിത്തങ്ങളെ നിഷേധിച്ചാൽ അവൻ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു കൂട്ടർ വരും, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ. എറിയപ്പെട്ട ജീവിയെ തുളച്ചു കയറി അമ്പ് പുറത്തു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് പുറത്തു ചാടി പോകും. പക്ഷേ അവരെ പറ്റി റസൂൽ ആദ്യം തന്നെ പറഞ്ഞു, അവർ യഖൂലൂന മിൻ ഖൗലി ഖൈരിൽ ബരിയ, യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ. അവർ ഖുർആനും ഹദീസും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കും. പക്ഷെ അവർ ഈമാനില്ലാതെ തെറിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ഇമാമി 4 മദ്ഹബിന്റെ കിതാബ് എടുത്തു നോക്കുന്നത്,
എല്ലാ കിതാബിലുണ്ട് റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ചോദിക്കണം, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം എന്ന് 4 മദ്ഹബിലെ കിതാബിലുണ്ട്. ഹനഫി മദ്ഹബിലുണ്ട്, ഹംബലി മദ്ഹബിലെ ഇബ്നു ഖുദാമയുടെ അതേ മുഗ്നിയിലുണ്ട്, ശാഫി മദ്ഹബിലെ ഇലാഹിലുണ്ട്, ശർഹുൽ മുഹദ്ദബിലുണ്ട്. എല്ലാ കിതാബിലും പറയുന്നു റസൂലുള്ളാഹിനെ ഇടയാളനാക്കണം, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം. എന്തിനധികം പറയണം? ലോക ഹദീസ് പണ്ഡിതനും ലോക കർമ്മശാസ്ത്ര പണ്ഡിതനും എല്ലാ വിധത്തിലും വലിയ ഉയർന്ന സ്ഥാനമുള്ള ഇമാം നബവി റളിയല്ലാഹു അൻഹു ബുഖാരിക്ക് ശറഹ് എഴുതുന്നു. ശറഹിന്റെ തുടക്കം തന്നെ എങ്ങനെ അറിയോ? മുസ്തശ്ഫിഅൻ ബി റസൂലില്ലാഹി, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കൊണ്ട് ഞാൻ എഴുതുന്നു. അതാ ഇമാമിങ്ങൾ. മാലിക് ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദാ, ബുഖാരി ബിൻ ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാ. മഹാനവറുകൾ ഗവർണർ അബൂ ജഅഫറിനോട് പറയുന്നു, നബിതങ്ങളെ ഖബറിലേക്ക് തിരിഞ്ഞു നിന്നോ, എന്നിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്തിന് തേടിക്കോ. കാരണം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ച റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം. ലോകത്തുള്ള എല്ലാ ഇമാമിയും തവസ്സുല് വേണം, ഇസ്തിഗാഥ വേണം എന്നാ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ദുററുൽ കാമിനയിൽ പറഞ്ഞു, റസൂലുള്ളാഹിനെ വിളിച്ച് തേടിക്കൂടാ എന്ന് പറഞ്ഞവരെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പറഞ്ഞു അവർക്ക് ഈമാനില്ല. വമിൻഹും മൻ യൻസിബുഹു ഇല സന്ദഖ. എന്തുകൊണ്ട്? ലിഖൗലിഹി ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഗാഥു ബിഹി, റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചുകൂടാന്ന് പറഞ്ഞുകൊണ്ട് ഈമാൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരെ സംബന്ധിച്ച് എന്നിട്ട് പറഞ്ഞു എന്താ കാരണം? അതിൽ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നതിനെ തടയലാണ്, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തലാണ്. റസൂലുള്ളാഹിനോട് തേടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തലാണ്. ഏതുപോലെ കഅബത്തിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, കഅബത്തിനെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, കഅബ തവാഫ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഈമാനുള്ള പറയുന്നത്. അതിനേക്കാളൊക്കെ ബഹുമാനമുള്ളതല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ അത് പുത്തൻവാദിക്ക് പറയാൻ കഴിയൂല. കാരണം 2010 ജൂലൈയിൽ അൽമറാൽ എന്താ എഴുതി വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അൽമനാറുള്ള വാചക. ഇപ്പൊ റസൂലുള്ള പിഴച്ച ആളാണ് എന്ന് വിശ്വസിച്ചു മുജാഹിദ്. അതാര വാദ? അത് ഞാൻ നേരത്തെ പറഞ്ഞ റാഫിളത്തിന്റെ വാദ. അവര് പറഞ്ഞതാണ്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു മഖാലാത്തുൽ ഇസ്ലാമി എന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട്. റാഫിളത്തിന്റെ വാദാണ്, സിദ്ദീഖുൽ അക്ബർ പേച്ചു എന്ന കക്ഷികളുടെ വാദാണ് അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന വാദം. അത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി അതിന്റെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകം അവരുടെ പ്രസിദ്ധീകരണം, IPH പ്രസിദ്ധീകരണം 28ാമത്തെ പേജിൽ പറഞ്ഞു, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി. മൂസാ നബിനെ പറ്റി കേട്ടാ തോന്നും മൂസാ നബി ഒരു വലിയ കൊലയാളി. അള്ളാഹുവിന്റെ അടുക്കൽ ഈമാനോട് മരിച്ച് സ്വർഗത്തിൽ കടക്കണോ? സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കണം. ഇത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൽ പണ്ഡിതന്മാരെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാനാണ് ഈ പരിപാടി. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഹഖിനെ ഹഖായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ആഖിബത്ത് നന്നാക്കി അല്ലാഹു നമുക്ക് മരണം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളുമൊക്കെ മരിച്ചു പോകും. ആരും ഇവിടെ കാലകാലം നിലനിൽക്കൂല. 40 കൊല്ലമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഈ 40 കൊല്ലത്തിനിടയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രസംഗം എൻ്റെ റബ്ബ് ഖബൂൽ ചെയ്തു എന്നതിന് എനിക്ക് ഉറപ്പില്ല. എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു തെറ്റും എൻ്റെ റബ്ബ് പുറത്തു തന്നു എന്നതിൽ എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മുഅ്മിനീങ്ങളും ഈ പാവപ്പെട്ട എനിക്ക് റബ്ബ് ദോഷം പുറത്തു തരാൻ വേണ്ടി, എനിക്ക് റബ്ബ് മാപ്പ് തരാൻ വേണ്ടി ദുആ ചെയ്യണം. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മളെ അമലുകൾക്ക് എത്ര ന്യൂനതകളുണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും ഞങ്ങളെ റബ്ബേ, ഞങ്ങൾക്ക് അത്രയൊക്കെ അറിയൂ, അത്രയൊക്കെ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. നീ ഞങ്ങളെ അമലുകളൊക്കെ കബൂൽ ചെയ്യണം അല്ലാ. നീ ഞങ്ങളെ കബൂൽ ചെയ്യണം അല്ലാ.
സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാ. രോഗമുള്ളവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്ന് പലരും ദുആ ചെയ്യാൻ പറഞ്ഞവർ, അവർക്കും അതുപോലെ സർവ്വ മുഅ്മിനീങ്ങൾക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്കും നീ തുറന്നു തരണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും ഇവിടെ വന്നവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും തഖ്വയും ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാ. എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. SSF കാസർഗോഡ് ഡിവിഷൻ സമ്മേളനം ഏപ്രിൽ 29 നടക്കുന്നു എന്ന് സംഘാടകർ അറിയിച്ചു. അല്ലാഹു എല്ലാം ഖൈറായ നിലക്ക് അല്ലാഹ് ഖബൂൽ ചെയ്ത് നിലക്ക് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരോടും ഞാൻ പറയട്ടെ, ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ അവിടെ എത്തിയാൽ ചിലപ്പോൾ ചെയ്യുമ്പോൾ ആപ്പിൻ്റെ സഹായം വേണം. റൗലേക്ക് ഇറങ്ങണമെങ്കിൽ ആപ്പിൻ്റെ സഹായം പൊട്ടാക ആപ്പാണ് അല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് സിറാജുൽ ഹുദക്ക് ആപ്പുണ്ട്. സിറാജുൽ ഹുദ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. സിറാജുൽ ഹുദ ആപ്പുണ്ട്. അതിൽ കയറിയാൽ സിറാജുൽ ഹുദയുടെ പ്രവർത്തനങ്ങൾ അറിയാം, വിഷയങ്ങൾ അറിയാം. അതിൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇരുന്ന് സംഭാവന അയക്കാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു മാസത്തിൽ 90 ലക്ഷം റുപ്യ ചെലവിൽ വേണം സിറാജുൽ ഹുദ നടത്തിക്കൊണ്ടുപോകാൻ. ധർമ്മസ്ഥാപനത്തിന് മാത്രം 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയും മദ്രസയും ഇല്ലാത്ത കുറ്റ്യാടിയിലും പരിസരങ്ങളിലും അല്ലാഹുവിനെ മാത്രം കണ്ടു തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. അതുകൊണ്ട് നിങ്ങളൊക്കെ എപ്പോഴും സഹായിക്കണം, സഹകരിക്കണം. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾ എപ്പോഴും സിറാജുൽ ഹുദയുടെ കൂടെ, ജാമിയ സൈദിയുടെ കൂടെ, ഹിമ്മാത്തിൻ്റെ കൂടെ, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും കൂടെ, മർക്കസ് മഅദീനി മുംബൈ, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിക്കണം. അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും സ്നേഹികൾക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ച് തരട്ടെ. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ കണ്ടിരുന്ന പല മുഖവും ഇപ്പോൾ കാണുന്നില്ല. അള്ളാഹുവേ, മരിച്ചുപോയ എല്ലാവരും ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാ. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാർ, പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവരാരും മരിച്ചു പോയവരുണ്ടോ എല്ലാവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഇന്നലെ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി മൂസ സഖാഫിയുടെ മരുമകൻ. അതുപോലെ മരിച്ച എല്ലാവരും അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. മരിച്ചുപോയവരൊക്കെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നവരാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു നേതാക്കളെ, പ്രവർത്തകരെ, അൽഹംദുലില്ലാ, നമ്മുടെ കാസർഗോഡ് സോൺ ആദർശ സമ്മേളനം ഐതിഹാസികമായ വിജയിപ്പിച്ചെടുക്കാൻ നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമുക്ക് സാധിച്ചു. ഈ സമ്മേളന വിജയത്തിന് വേണ്ടി സഹായിച്ച, സഹകരിച്ച ധാരാളം മുഅ്മിനുകൾ നമുക്ക് വേണ്ടി എല്ലാ നിലക്കും സഹായിച്ചവരുണ്ട്. നമുക്ക് വേണ്ടി ഈ സമ്മേളനത്തിൽ ഇവിടെ വന്ന് പ്രസംഗിച്ച നമ്മുടെ സമസ്തയുടെ സമുന്നതരായ ഉസ്താദുമാർ, അതുപോലെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ ആ വലിയ
ആദർശ ആ പ്രഭാഷണം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ നമുക്ക് പകർത്തി നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച സയ്യിദ് അവർകൾക്കും അതുപോലെ ഉദ്ഘാടനം ചെയ്ത BS ഉസ്താദ്, അതുപോലെ തന്നെ നമുക്ക് ആദർശ പ്രഭാഷണം നടത്തിയ ഉസ്താദുമാർക്കും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള എല്ലാ മഹാന്മാർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, പ്രവർത്തകർ, നേതാക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം, നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.